നോക്കിക്കോ. അപ്പോൾ രാഹുൽ അല്ലേ, രാഹുൽ എന്ന് പറയുന്നത് എന്താ, ഒരു നൗണാണ് അല്ലേ. നൗൺ എന്ന് പറയുമ്പോൾ ഒരു എക്സാക്ട് പേരാണ്, ഒരാളുടെ പേരാണെന്ന് പറയുന്നത് രാഹുൽ എന്ന് പറയണം. ഓക്കെ, രാഹുൽ എന്നുള്ള പേരാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? രാഹുൽ എന്ന പേര് എഴുതാൻ വേണ്ടി പറ്റും ഇവിടെ സബ്ജക്റ്റ് പകരം? ഇല്ല. എന്തെന്നാക്കണം? അത് ആണായതുകൊണ്ട് എന്ത് ചെയ്യണം? ആ രാഹുൽ ഒരു ആണായതുകൊണ്ട് എന്ത് ചെയ്യണം? ഹി എന്ന് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ രാഹുലിന് പേര് പകരം അല്ലെ, പേര് വിളിക്കുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊനൗൺ ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യുക? ഹി എന്നുള്ള വാക്ക് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, ഇനി രമയാണെങ്കിലോ, ഒരു ഫീമെയിൽ ആണെങ്കിലോ അഥവാ സ്ത്രീ ആണെങ്കിലോ ഹി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് പറയും? ഷീ എന്ന് പറയും. ഓക്കെ, രമയാണെങ്കിൽ എന്തെന്ന് പറയും നമ്മ അല്ലേ, അവിടുത്തെ പ്രനൗൺ. ഓക്കെ, രമ എന്ന് പറഞ്ഞ നൗണും ഷീ എന്ന് പറഞ്ഞാൽ എന്താ പ്രനൗണാണ്. എന്താ പ്രനൗൺ എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ പറഞ്ഞ എന്താ പേരിന് പകരം യൂസ് ചെയ്യണ വാക്കിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞത് പ്രനൗൺ എന്ന് പറയണം. ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലോ, സാധനങ്ങളാണെങ്കിലോ, പേന, പെൻസിൽ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലോ അവിടെ എന്ത് യൂസ് ചെയ്യും? ദേ അല്ലല്ലോ അല്ലേ, ദിസ് യൂസ് ചെയ്യാം, ഇറ്റ് യൂസ് ചെയ്യാം അല്ലേ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ദിസ് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദിസ് യൂസ് ചെയ്യാം, ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാം. ഇനി കുറേ പേരുണ്ടെങ്കിലോ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യും? ദേ യൂസ് ചെയ്യും, പിന്നെ വി യൂസ് ചെയ്യും അല്ലേ, അതിനുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ പേര് എഴുതാമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? ഇതേപോലത്തെ പ്രൊനൗൺസ് ആണ് എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതേണ്ടത് അല്ലേ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഹി, ഷീ, ദിസ്, ഇറ്റ് അല്ലേ, അസ്, ദേ അല്ലേ, വി അല്ലേ, ഇനി ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഹി ഈസ് നോട്ട് കമ്മിങ് അല്ലേ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ഹി ഈസ് നോട്ട് കമ്മിങ്, അവൻ എന്ത് ചെയ്യാനുള്ള? വരുന്നില്ല അല്ലേ, അവൻ വരുന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താണ്ട് കോമ ഡാഷ് എന്ത് ചെയ്താണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുണ്ട്. ഇതിൽ അവസാനം മനസ്സിലായി ഇവിടെ എന്ത് ചെയ്തണ്ട? ക്വസ്റ്റ്യൻ്റെ ആകാൻ എന്ത് ചെയ്യണ്ട? ഇവിടെ എഴുതണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇനി ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? ഫസ്റ്റ് റൂൾ നമ്പർ 1 എന്താ? ഓക്സിലറി വെർബ്. തന്നങ്ങളെ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. ഏതാ? ഈസ് അല്ലേ. ഇതാണ് എന്ത് പറയുന്നത്? ഇവിടുത്തെ ഓക്സിലറി വെർബ് അല്ലേ. ഈസ് എന്താണ്? ഇവിടുത്തെ ഓക്സിലറി വെർബാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തി? ഓക്സിലറി വെർബ് എടുത്തെഴുതി. ഓക്കെ, രണ്ടാമത് നോക്കേണ്ടത് എന്താ? രണ്ടാമത്തെ റൂൾ എന്താ? സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഇവിടുത്തെ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോട്ട് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട് അല്ലേ. നോട്ട് എന്ന് പറഞ്ഞ വാക്ക് വന്നുകൊണ്ട് സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആകെ എന്തായി മാറണം? പോസിറ്റീവായി മാറണം. ഓക്കെ, എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമുണ്ടോ പോസിറ്റീവ് ആക്കാൻ? ഇല്ല, വേണ്ട. ഓക്കെ, നെഗറ്റീവ് ആക്കാൻ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടാബിൻ്റെ കൂടെ എന്താടെയും നോട്ട് ആഡ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ ആഡ് ചെയ്യണ്ട. ഓക്കെ, അവസാനം എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ആരാ? ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാനുള്ള? വരുന്നില്ല അല്ലേ നമ്മൾ ചോദിക്കാറില്ലേ. ഓക്കെ, അപ്പോൾ അതാണെന്ത്? ഈസ് ഹി. ഓക്കെ, അതാണ് അവിടുത്തെ എന്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണം. ഇനി വേറെ അവിടെ നോക്കിയേ. രാഹുൽ വാസ് ലീവ് യെസ്റ്റർഡേ അല്ലേ. രാഹുൽ എന്ത് ചെയ്യായിരുന്നു? ഇന്നലെ അല്ലേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ എന്തായിരുന്നു? ലീവായിരുന്നു. ഓക്കെ, രാഹുൽ ഇന്നലെ ലീവായിരുന്നു. ഓക്കെ, ഇതിവിടെ നോക്കിയേ എന്ത് ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം അല്ലേ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ നോക്കിയേ എന്തെങ്കിലും ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ? നോക്കിയേ, വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് അല്ലേ ഇവിടുത്തെ അല്ലേ. ഇവിടുത്തെ വാസ് എന്താണ്? ഓക്സിലറി വെർബാണ്. അപ്പോൾ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. എന്താണ്? വാസാണ് അവിടുത്തെ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? എടുത്തെഴുതാം. ഓക്കെ, വാസ് എന്ന് പറഞ്ഞാൽ എന്ത് എടുത്തെഴുതാം? ഓക്സിലറി വെർബ് എടുത്തെഴുതാം. ഇനി എന്താ വേണ്ട? രണ്ടാമത്തെ റൂൾ എന്താ? സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക അല്ലേ. സെൻറ്റൻസ് എന്താണോ നോക്കുക? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഇവിടെ നോക്കി നോട്ടാ, നെവറാ അല്ലേ, നോയാ എന്നുള്ള വാക്ക് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ സെൻറ്റൻസ് എന്താണ് ഇവിടെ? പോസിറ്റീവ് ആണ് അല്ലേ. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം അല്ലേ. എങ്ങനെ നെഗറ്റീവ് ആകും അല്ലേ? എന്ത് ഇറക്കണം? നോട്ട് എന്നുള്ള വാക്ക് കംപ്ലീറ്റ് ഇറക്കണം. വേണ്ട, എന്ത് ചെയ്യണം? ഷോർട്ട് അല്ലേ. നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള അല്ലേ വാസിൻ്റെ അല്ലേ, വാസിഡ്. ഇനി സബ്ജക്റ്റ് ആരാ ഇവിടുത്തെ? രാഹുൽ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രാഹുൽ എന്നുള്ള വാക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. രാഹുലിന് എന്ത് എഴുതണം? പ്രനൗൺ എഴുതണം. ഇവിടുത്തെ രാഹുലിൻ്റെ പ്രനൗൺ എന്ന് പറയുന്നത് എന്താ? ഹി അല്ലേ. രാഹുലിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹി എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓക്സിൻ്റെ ആകെ എന്താ? വാസിൻ്റെ ഹി ആണ്. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം നോക്കിയേ. രമ വാസ് നോട്ട് കമ്മിങ് അല്ലേ. രമ എന്ത് ചെയ്യാനുള്ള വരുന്നില്ല. ഓക്കെ, രമ എന്ത് ചെയ്യാനുള്ള വരുന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ടോ? ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. എന്ത് ചെയ്യുക? എടുത്തെഴുതാം അല്ലേ. ഓക്സിലറി വെർബായിട്ടുള്ള ഏതാ? വാസ് അല്ലേ. വാസ് എന്ത് ചെയ്യുക? എടുത്തെഴുതാം. ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെൻറ്റൻസ് എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ. സെൻറ്റൻസ് ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ പോസിറ്റീവ് ആക്കാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കാൻ വേണ്ട. ഇനി സബ്ജക്റ്റ് രമയാണ്
അല്ലേ രമ എന്ന് പറയുമ്പോൾ എന്താ ഇത് സ്ത്രീയാണ്. ഓക്കെ ഇപ്പൊ രമ എന്നുള്ള ഇവിടെ എന്താവും പ്രൊനൗൺ എന്താവും ഷീ ആവും. ഓക്കെ ഇതാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ആകെ എഴുതാന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് എന്തുണ്ട് ചില കാര്യങ്ങളോടെ നോട്ട് ചെയ്യേണ്ട വരും. ഓക്കെ നോക്കിക്കോട്ടോ. ഐ ആം വെരി ഹാൻഡ്സം. ഓക്കെ ഞാൻ ഭയങ്കര എന്താണ് ഹാൻഡ്സം ആണ്. ഓക്കെ ഇത് ഇവിടെ നോക്കിയേ നമ്മൾ സാധാരണ പോലെ ചെയ്യാറുണ്ടോ? ആദ്യം എന്ത് നോക്കണം? ഫസ്റ്റ് എന്ത് നോക്കണം? ഓക്സിലറി വെർബ് ഉണ്ടാവും നോക്കാം അല്ലേ. ഫസ്റ്റ് എന്ത് നോക്കണം? ഓക്സിലറി വെർബ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? ആം ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് അല്ലേ. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടാവും നോക്കാം. ആം ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയണം. ഓക്കെ അപ്പം എന്ത് ചെയ്യണം? ആം എഴുതി അല്ലേ. ആം എഴുതി. ഇനി തന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? തന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആയാൽ ക്വസ്റ്റ്യൻ്റെ ആകെ എന്താകണം? നെഗറ്റീവ് ആകണം. ഓക്കെ സെൻറ്റൻസ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആകെ എന്താക്കാം? നെഗറ്റീവ് ആക്കാം. ഓക്കെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? എന്ത് ചേർക്കണം അല്ലേ? നോട്ട് എന്നുള്ള വാക്ക് ചേർക്കാം. നോട്ട് ചേർക്കാവോ? ഇല്ല നോട്ടിൻ്റെ ഷോർട്ട് ഫോം ചേർക്കും അല്ല. അപ്പം ആമിൻ. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഐ ആണ്. ഓക്കെ ഐ ആണെങ്കിൽ എന്ത് ചെയ്യുക ചേർത്താൽ മതി. പേരൊന്നല്ല അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഐ തന്നെ ചേർക്കാം. ഓക്കെ ആമിൻ ഐ. ഇതാണ് ഇവിടുത്തെ എന്ത് ക്വസ്റ്റ്യൻ്റെ ആകാണോ? ആണോ? അല്ല ഇതെന്താണ് തെറ്റാണെങ്കിൽ എഴുതാമോ? പാടില്ല. ഓക്കെ ആമിൻ്റെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഒരിക്കലും എന്ത് ചെയ്യാറില്ല? എഴുതാറില്ല. ഓക്കെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല? ആമിൻ്റെ നിന്ന് എഴുതൂല. പകരം എന്താവും? ആമിൻ്റെ പകരം എന്താവും? ആമിൻ്റെ നിന്ന് എഴുതൂ ഇല്ല. പകരം എന്താക്കണം? ആമിൻ്റെ എന്ന് വന്നതിനാൽ അതെന്താക്കണം? ആറിൻ്റെ എന്നാക്കണം. ഓക്കെ ആറിൻ്റെ ഐ. ഇതാണ് ഇവിടുത്തെ എന്ന് പറയണത്. ഇവിടുത്തെ എന്ന് പറയണത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണം. ഓക്കെ അപ്പോൾ ആമിൻ്റെ എന്ന് വരൂ ഇല്ല. ആമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കാറില്ല? നോട്ട് ചേർക്കാറില്ല. ഓക്കെ അപ്പോൾ ആമിൻ്റെ എന്ന് വന്നതിനാൽ അവിടെ എന്താക്കണം? ആറിൻ്റെ എന്നാക്കണം. ഓക്കെ അല്ലേ. തന്ന പോലെ എന്ത് എഴുതി? ഓക്സിലറി വെർബ് എഴുതി. ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ എന്താക്കി? ക്വസ്റ്റ്യൻ്റെ ആകെ എന്താക്കി? നെഗറ്റീവ് ആക്കി. പിന്നെ എന്ത് ചെയ്തു? സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ഐ ആണ്. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആമിൻ്റെ എന്നാ കിട്ടിയ. പക്ഷേ ആമിൻ്റെ എന്ന് എഴുതാവോ? ഇല്ല. ആമിൻറ്റ് അല്ല. ആമിൻ്റെ എന്ന് പറഞ്ഞാൽ ആമിനോട്ട് എന്നാണ് അല്ല. അതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? ആമിൻറ്റ്. അതെന്ത് ചെയ്യാറില്ല? ആമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കാറില്ല? നോട്ട് ചേർക്കാറില്ല. പകരം എന്താക്കണം? അത് ആറിൻ്റെ എന്നാക്കണം. ഇനി വേറൊരു എക്സാമ്പിൾ. ഐ ആം നോട്ട് വെൽ അല്ലേ. എനിക്കെന്താ ഞാൻ അത്രക്ക് എന്തില്ല സുഖമില്ല. അത് ഞാൻ എന്തല്ല അത്രക്ക് വെല്ലല്ല. ഓക്കെ ഐ ആം നോട്ട് വെൽ. ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ? ഫസ്റ്റ് എന്ത് ചെയ്തു? ഓക്സിലറി വെർബ് ഉണ്ടാകും നോക്കാം. ആമല്ലേ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഇവിടെ എടുത്തേതാ അല്ലേ. ആം എടുത്തേതി അല്ലേ. ആം എന്ത് ചെയ്തു? എടുത്തേതി. രണ്ടാമത് നോക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം അല്ലേ. സെൻറ്റൻസ് ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. സെൻറ്റൻസ് ഇവിടെ നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ആകെ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ അപ്പോൾ ആം തന്നെ. ഓക്കെ അവസാനം എന്ത് ചേർക്കാം? സബ്ജക്റ്റ് ആരാ അല്ലേ? ആം ഐ. ഓക്കെ ആം ഐ തന്നെയാണ്. ഇവിടെ വല്ല മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് മാത്രം നോക്കാം? ആമിൻ്റെ കൂടെ എന്ത് വരൂല? നോട്ട് വരൂല. ആമിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താക്കി മാറ്റണം? അത് ആറിൻ്റെ ആക്കി മാറ്റണം. ഓക്കെ ആമിൻ്റെ എന്ന് പറയല പകരം എന്താക്കാം? ആറിൻ്റെ ആക്കാം. ആം ഐ എന്താണ് കുഴപ്പമില്ല. ഓക്കെ ആമിൻ്റെ കൂടെ ഇവിടെ നോട്ട് വന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഇനി ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് തന്നെ കാര്യം പറഞ്ഞാൽ എന്ത് വന്നിട്ടുണ്ട് ഇവിടേക്കാ അല്ലേ? ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ഇനി ചില സമയത്ത് നമുക്ക് എന്ത് തരൂല? ക്വസ്റ്റ്യൻ ടാഗിൽ ചിലപ്പോൾ ഓക്സിലറി വെർബ് തരൂല. ഓക്കെ അപ്പോൾ ഓക്സിലറി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ